ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് ഷവർമ കേട്ടോ. നമ്മളെ ബ്രെഡൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു എല്ലില്ലാത്തൊരു 4-5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നുള്ളു ഗരം മസാലയും കുറച്ച് ഉപ്പും തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു 10 ബ്രെഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മാറ്റിയെടുത്തിട്ടുള്ള ഈ ബ്രെഡിൻ്റെ അരികൊക്കെ കൂടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് മൊരിപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു കപ്പ് കാബേജ്, ആ കപ്പിൽ തന്നെ ഒരു കപ്പ് സവാള, ഒരു അര കപ്പ് തക്കാളി, പിന്നെ ഒരു അര കപ്പ് കുക്കുംബർ, പിന്നെ ഒരു അര കപ്പ് ക്യാരറ്റ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കോരി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകത്തിനാക്കുക കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ ഇത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനില്ലേ അതും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ മയോണൈസ് കേട്ടോ. മയോണൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയത് വേണമെങ്കിലും ചേർക്കാം. അത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തപ്പോൾ എനിക്കത് കുറവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുക്കുംബറും സവോളയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതില്ലെങ്കിൽ ആകെ ഒരു വെള്ളമയം പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഇതേ പരുവത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തേക്ക്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ബ്രെഡ് ഒരുപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ആ മുട്ടയിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ആ ബ്രെഡ് ക്രംസിലും കൂടിയിട്ടൊന്ന് ആക്കിയിട്ട് ഇത് അതേപോലെ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേഗം ആയിക്കിട്ടും കേട്ടോ. നല്ല തീയിൽ തന്നെ ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് നല്ല മൊരിഞ്ഞിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ആകെ എണ്ണ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ നമ്മളിപ്പോൾ ആ 10 ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ 5 സെറ്റായിട്ടല്ലേ നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ ഒരു പോക്കറ്റ് പോലെ ഒരു ഇതായിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ അത്യാവശ്യം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.